PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തയുടെ ഏറ്റവും പുതിയ ലക്കത്തിലെ ആനുകാലിക വിഷയങ്ങളാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തരൂപം ഏതാണ്? ഉത്തരം ഗർഭനൃത്തം. ഇത് ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഗർഭനൃത്തം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഗുജറാത്ത്. നമുക്കൊന്നുകൂടി നോക്കാം. യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തരൂപമാണ് ഗർഭനൃത്തം. ഇത് ഗുജറാത്ത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട നൃത്തമാണ്. കലാ, ആചാരങ്ങൾ തുടങ്ങിയ മാനവരാശിയുടെ അമൂർത്തമായ സാംസ്കാരിക പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് യുനെസ്കോ പൈതൃക പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കല, ആചാരങ്ങൾ തുടങ്ങിയ മാനവരാശിയുടെ അമൂർത്തമായ സാംസ്കാരിക പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് യുനെസ്കോ പൈതൃക പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ബോട്സ്വാനയിലെ കസാനിൽ ചേർന്ന യോഗത്തിലാണ് ഗർഭയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടായത്. ബോട്സ്വാനയിലെ കസാനിൽ ചേർന്ന യോഗത്തിലാണ് ഗർഭയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടായത്. ഇത്തരത്തിൽ നമ്മൾ ഈ പുതിയ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിലും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഗർഭനൃത്തവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഇതെന്നല്ല, ഞാനൊരു ഉദാഹരണമായി പറയുകയാണ്, ഏതെങ്കിലുമൊക്കെ പോയിന്റ് ഇതേപോലെ കണക്ട് ചെയ്തിട്ട് അതുമായി കണക്ട് ചെയ്ത് വരുന്ന പോയിന്റുകൾ കൂടി സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെട്ടേക്കാം. ഇവിടെ നോക്കിയാൽ ഗർഭനൃത്തത്തെ ഉൾപ്പെടുത്തിയത് എവിടെ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്? ബോട്സ്വാനയിലെ കസാനിൽ ചേർന്ന യോഗത്തിലാണ് ഗർഭയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായത്. ഇത് ഞാൻ ഉദാഹരണമായി പറയുന്നതേ ഉള്ളൂ. ഈ ചോദ്യം തന്നെ വരണമെന്നില്ല. ഇതുപോലെ എല്ലാ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് തരത്തിൽ ചോദ്യം ചോദിക്കാവുന്നതാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പോയിന്റ് നോക്കാം. മദ്യത്തിൽ കത്തിച്ചു വെക്കുന്ന മൺചിരാതുകൾക്ക് ചുറ്റും സ്ത്രീകൾ ദുർഗാപ്രീതിക്കായി നടത്തുന്ന നൃത്തമാണിത്. കണ്ട, അപ്പോൾ ആ ഗർഭനൃത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിച്ചു കൂടുന്നില്ല. അപ്പം മദ്യത്തിൽ കത്തിച്ചു വെക്കുന്ന മൺചിരാതുകൾക്ക് ചുറ്റും, മദ്യം എന്ന് പറയുന്നത് കുടിക്കുന്ന മദ്യമല്ല കേട്ടോ, മദ്യത്തിൽ നടുവിലെന്ന അർത്ഥത്തിലാണ്. മദ്യത്തിൽ കത്തിച്ചു വെക്കുന്ന മൺചിരാതുകൾക്ക് ചുറ്റും സ്ത്രീകൾ ദുർഗാപ്രീതിക്കായി നടത്തുന്ന നൃത്തമാണിത്. കേരളത്തിലെ കൂടിയാട്ടം, മുടിയേറ്റ് എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ 15 ഇനങ്ങളാണ് പട്ടികയിൽ സ്ഥാനം നേടിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കേരളത്തിൽ നിന്ന് ഏതൊക്കെയാണ്? കേരളത്തിലെ കൂടിയാട്ടം, മുടിയേറ്റ് എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ എത്ര ഇനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്? ഇന്ത്യയിൽ നിന്ന് ഇതുവരെ 15 ഇനങ്ങളാണ് പട്ടികയിൽ സ്ഥാനം നേടിയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് പോയിൻ്റാണ്. നമുക്ക് കലാ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിലുള്ളൊരു ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് ചോദിച്ചേക്കാം, ഇന്ത്യയിൽ നിന്നും ഇതുവരെ എത്ര ഇനങ്ങൾ ഈ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം 15 അല്ലേ? കേരളത്തിൽ നിന്ന് ഏതൊക്കെയാണ്? കൂടിയാട്ടം, മുടിയേറ്റ് അല്ലേ? ഈ ഗർഭാനൃത്തം ഏത് സംസ്ഥാനമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുജറാത്ത് അല്ലേ? അതേപോലെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത? മദ്യത്തിൽ കത്തിച്ചു വെക്കുന്ന മൺചിരാതുകൾക്ക് ചുറ്റും സ്ത്രീകൾ ദുർഗാപ്രീതിക്കായി നടത്തുന്ന നൃത്തമാണിത് അല്ലേ? അപ്പോൾ ഏത് ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്? ദുർഗാദേവി. അതുമൊക്കെ ചോദ്യമായി വരാം. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ അരച്ച് കലക്കി കുടിക്കണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ PSC പരീക്ഷകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത് അല്ലേ? ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. അടുത്ത് നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്കായുള്ള ഫ്രീ ഓൺലൈൻ കോച്ചിങ്ങിനും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മോഡൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ കറണ്ട് അഫയേഴ്സ് PDF-നുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് ആഡ് മീ എന്ന് റിക്വസ്റ്റ് അയക്കുക. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? വളരെ നല്ലൊരു ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. മിഷോങ് എന്നാണ് ചുഴലിക്കാറ്റിൻ്റെ പേര് അല്ലേ? എന്താണ് ചോദ്യം? എന്താണ്? അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ് ചുഴലിക്കാറ്റ്. മ്യാൻമാർ ആണ് പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് പേര് നിർദ്ദേശിച്ചതെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മിഷോങ് ചുഴലിക്കാറ്റ് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മ്യാൻമാർ ആണ് പേര് നിർദ്ദേശിച്ചത്. കരുത്ത്, പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മടങ്ങി വരാനുള്ള ശേഷി എന്നിങ്ങനെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മിഷോങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കരുത്ത്, പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മടങ്ങി വരാനുള്ള ശേഷി. അപ്പോൾ ഇതൊക്കെയാണ് ആ മിഷോങ് എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലേ?
ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പ്രത്യേകം പേജിലേക്ക് എഴുതി വയ്ക്കുക. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് ഓരോ വർഷങ്ങളിലും നടന്നിട്ടുള്ള ചുഴലിക്കാറ്റ്, ഏത് മാസം, എവിടെ, അതിന് പേര് നൽകിയ രാജ്യം, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു പേജ് നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. 2023 പദമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, അത് OUP എന്നറിയപ്പെടും, തിരഞ്ഞെടുത്തത് ഏത് പദമാണ്? റിസ്, RIZZ, റിസ്. 2023 പദമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് OUP തിരഞ്ഞെടുത്ത പദമേതാണ്? റിസ്. സ്റ്റൈൽ, വശ്യത, ആകർഷകത്വം തുടങ്ങിയവയെ ദ്യോതിപ്പിക്കുന്ന നാടൻ പ്രയോഗമാണ് റിസ്. വ്യക്തിപ്രഭാവം എന്നർത്ഥമുള്ള കരിസ്മയിൽ നിന്നാണ് റിസിൻ്റെ ഉത്ഭവം. അപ്പോൾ എന്താണ്? സ്റ്റൈൽ, വശ്യത, ആകർഷകത്വം തുടങ്ങിയവയെ ദ്യോതിപ്പിക്കുന്ന നാടൻ പ്രയോഗമാണ് റിസ്. വ്യക്തിപ്രഭാവം എന്നർത്ഥമുള്ള കരിസ്മയിൽ നിന്നാണ് റിസിൻ്റെ ഉദ്ഭവം. അപ്പോൾ ആ ഒരു വാക്കിൻ്റെ അർത്ഥവും കരിസ്മയുടെ അർത്ഥമൊക്കെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ? അങ്ങനെ കൂടി പഠിച്ചു വെക്കുക. കാരണം ഇത് ഇംഗ്ലീഷിൻ്റെ പാർട്ടിലാണ് ഇത് ചോദിക്കുന്നതെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ പുതിയ വാക്കും അല്ല, ഇതേപോലെ പുതിയ വാക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥവും ഒക്കെ അങ്ങനെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇത് എവിടെയാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ പ്രസാധകരാണ് OUP. അപ്പോൾ 2023 പദമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് OUP തിരഞ്ഞെടുത്തത് ഏത് പദമാണ്? റിസ് അല്ലെ. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ പ്രസാധകരാണ് OUP എന്നറിയപ്പെടുന്നത്. അടുത്ത PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളായിരിക്കും ഇനി മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസ രഹിത പ്രവേശനം അനുവദിച്ച രാജ്യം ഏതാണ്? മലേഷ്യ. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസ രഹിത പ്രവേശനം അനുവദിച്ച രാജ്യമാണ് മലേഷ്യ. ഇന്ത്യക്കാർക്ക് 30 ദിവസം വരെ വിസയില്ലാതെ മലേഷ്യയിൽ കഴിയാം. 2023 ഡിസംബർ 1 ഇത് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യക്കാർക്ക് പുറമെ ചൈനക്കാർക്കും ഇളവ് ബാധകമാക്കിയിട്ടുണ്ട്. അപ്പോൾ പോയിന്റ് എന്താണ്? 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യമാണ് മലേഷ്യ. ഇന്ത്യക്കാർക്ക് 30 ദിവസം വരെ വിസയില്ലാതെ മലേഷ്യയിൽ കഴിയാം. 2023 ഡിസംബർ 1 ഇത് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യക്കാർക്ക് പുറമെ ചൈനക്കാർക്കും ഇളവ് ബാധകമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് വേണം സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുമ്പോൾ തെറ്റിച്ചു കൊടുക്കാം. ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാനും ഇളവ് ബാധകമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് പുറമെ ബർമ്മയ്ക്കും ഇത് ഇളവ് ബാധകമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അയൽരാജ്യമാണ്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമ ഏതാണ്? ദ അപ്രൻറ്റിസ്. അത് ഒന്നുകൂടെ നോക്കാം. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയുടെ പേരാണ് ദ അപ്രൻറ്റിസ്. യുവാവായ ട്രംപിനെ അവതരിപ്പിക്കുന്നത് സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ്. അപ്പോൾ ആരാണ് യുവാവായ ട്രംപിനെ അവതരിപ്പിക്കുന്ന നടനാരാണ്? സെബാസ്റ്റ്യൻ സ്റ്റാൻ. ഇറാൻ സ്വദേശിയായിട്ടുള്ള അലി അബ്ബാസിയാണ് ഇതിൻ്റെ സംവിധായകൻ. അപ്പോൾ ആരാണ്? അലി അബ്ബാസി. അലി അബ്ബാസി ഏത് രാജ്യക്കാരനാണ്? ഇറാൻ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. സായുധ സേനാ പതാക ദിനം എന്നാണ്? ഡിസംബർ 7. സായുധ സേനാ പതാക ദിനം ഡിസംബർ 7-നാണ്. സായുധ സേനാ പതാക ദിനം ഡിസംബർ 7. 2 മാസം പിന്നിട്ടിട്ടും തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏത് പ്രത്യേക അനുച്ഛേദമാണ് പ്രയോഗിച്ചത്? അനുച്ഛേദം 99. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യവും കിട്ടും. ഇപ്പോൾ നിലവിലും UN സെക്രട്ടറി ജനറലായിട്ടിരിക്കുന്നത് ആരാണ്? അന്റോണിയോ ഗുട്ടറസ് അല്ല. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ നമുക്ക് ഇവിടുന്ന് കിട്ടും. 2 മാസം പിന്നിട്ടിട്ടും തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏത് പ്രത്യേക അനുച്ഛേദമാണ് പ്രയോഗിച്ചത്? അനുച്ഛേദം 99. ഈ ലോക സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരെയൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതുപോലെ UN സെക്രട്ടറി, അതുപോലെ WHO, WTO ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് പരീക്ഷ എടുക്കും തോറും നമുക്ക് അതൊക്കെ കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും തുടർന്ന് കിട്ടുക. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൊള്ളുക. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള പോയിന്റുകൾ നോക്കാം. അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകുന്ന യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളിൽ രക്ഷാസമിതിയുടെ ഇടപെടൽ സാധ്യമാക്കാൻ സെക്രട്ടറി ജനറലിന് അധികാരം നൽകുന്ന അനുച്ഛേദമാണിത്. ആർട്ടിക്കിൾ 99. നോക്കുക എന്താണ്? അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകുന്ന യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളിൽ രക്ഷാസമിതിയുടെ ഇടപെടൽ സാധ്യമാക്കാൻ സെക്രട്ടറി ജനറലിന് അധികാരം നൽകുന്ന അനുച്ഛേദമാണിത്. വെടിനിർത്താനുള്ള പ്രമേയം രക്ഷാസമിതി ഇതുവരെ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണിത്.
അല്ലേ? അപ്പോൾ വെടിനിർത്താനുള്ള പ്രമേയം രക്ഷാസമിതി ഇതുവരെ അംഗീകരിക്കാത്തത് കൊണ്ട് ആർട്ടിക്കിൾ 99 എന്നുള്ളൊരു ആർട്ടിക്കിൾ ആർക്ക് വിവേചനാധികാരം കൊടുക്കുന്നതാണ്? ഈ UN സെക്രട്ടറി ജനറലിന് വിവേചനാധികാരം കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 99. അതാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ സാഹചര്യം പറയുന്നുണ്ട് അല്ലെ? എന്താണ്? വെടിനിർത്താനുള്ള പ്രമേയം രക്ഷാസമിതി ഇതുവരെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ UN സെക്രട്ടറി ജനറൽ എന്ന നിലയ്ക്ക് ആർട്ടിക്കിൾ 99 അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. 1971 ഡിസംബർ 3 അവസാനമായി ഈ അനുച്ഛേദം പ്രയോഗിക്കപ്പെട്ടത്. എപ്പോഴാണെന്ന് നോക്കിയേ? 1971 ഡിസംബർ 3 അല്ലേ? 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് ഇത് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ ആർട്ടിക്കിൾ 99 പ്രയോഗിച്ചത് 1971 ഡിസംബർ 3 എന്തായിരുന്നു കാരണം? ബംഗ്ലാദേശ് വിമോചന യുദ്ധക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. UN 78 വർഷത്തെ ചരിത്രത്തിൽ 10 തവണ മാത്രമേ ഈ അനുച്ഛേദം പ്രയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, UN 78 വർഷത്തെ ചരിത്രത്തിൽ 10 തവണ മാത്രമേ ഈ അനുച്ഛേദം പ്രയോഗിച്ചിട്ടുള്ളൂ അല്ലേ? അത്തരത്തിലേക്കൊരു സാഹചര്യം എത്തിയതുകൊണ്ടാണ് അദ്ദേഹം ഇതെടുത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. അടുത്തൊരു പോയിന്റ്, 2022 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത ആരാണ്? സുധാ വർഗീസ്. ഓരോ വർഷവും നിരവധി പുതിയ അവാർഡുകളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത് അല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പരീക്ഷയ്ക്ക് തന്നെ ജോലി മേടിച്ച് പോയിക്കോളൂ. കാരണം ഇനിയും അല്ലേ, ഓരോ കാലഘട്ടം മാറി വരുന്നതനുസരിച്ച് ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തി എത്രയും പെട്ടെന്ന് തന്നെ വരുന്ന PSC പരീക്ഷകളിൽ ജോലി മേടിച്ച് പോയിക്കോളുക. ഇനിയിപ്പോൾ സെൻസസ് അപ്ഡേറ്റ് ചെയ്താൽ പിന്നെ പുതിയ സെൻസസ് പഠിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ പഴയ സെൻസസ് എത്രയോ പാടുപെട്ട് തന്നെയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി പുതിയ സെൻസസ് കൂടെ പഠിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ പരീക്ഷകൾ എത്രയും പെട്ടെന്ന് എഴുതി ഏതെങ്കിലും ഒരു നല്ല നിലയിൽ എത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുക. അപ്പം നമ്മൾ അടുത്ത പോയിന്റ് നോക്കാം. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് അല്ലേ, 2022 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിതയാണ് സുധാ വർഗീസ്. ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള സാമൂഹിക സേവനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. എന്താണ്? ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള സാമൂഹിക സേവനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. സിസ്റ്റർ സുധ, സൈക്കിൾ ദീദി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന സുധാ വർഗീസ് ബീഹാറിലെ മുഷാഹാർ വംശജരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്നു. കോട്ടയം കാഞ്ഞിരത്താനം സ്വദേശിനിയാണ്. അപ്പോൾ എന്താണ്? സിസ്റ്റർ സുധ, സൈക്കിൾ ദീദി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന സുധാ വർഗീസ് ബീഹാറിലെ മുഷാഹാർ വംശജരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്നു. കോട്ടയം കാഞ്ഞിരത്താനം സ്വദേശിനിയാണ്. തമിഴ്നാട്ടിൽ ആതുര സേവനം നടത്തുന്ന മലയാളി ഡോക്ടർ ദമ്പതികളായ റജി ജോർജും ലളിത റജിയും അവാർഡ് ജേതാക്കളിൽ പെടുന്നു. അപ്പോൾ ഈ അവാർഡ് ജേതാക്കളിൽ മറ്റ് ഒരു ദമ്പതിമാർ കൂടി പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ്? തമിഴ്നാട്ടിൽ ആതുര സേവനം നടത്തുന്ന മലയാളി ഡോക്ടർ ദമ്പതികളായ റജി ജോർജും ലളിത റജിയും അവാർഡ് ജേതാക്കളിൽ പെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗാന്ധി ആശ്രാം ട്രസ്റ്റ് സെക്രട്ടറി രഹാനാബ കുമാർ ജംനാലാൽ ബജാജ് അന്താരാഷ്ട്ര അവാർഡിനും അർഹനായി. അപ്പോൾ എന്താണ്? വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗാന്ധി ആശ്രാം ട്രസ്റ്റ് സെക്രട്ടറി രഹാനാബ കുമാർ ജംനാലാൽ ബജാജ് അന്താരാഷ്ട്ര അവാർഡിനും അർഹനായി. ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. BBC പുതിയ ചെയർമാൻ ഡോക്ടർ സമീർ ഷാ, 71 വയസ്സ് അല്ലേ? അപ്പോൾ ആരാണ് BBC പുതിയ ചെയർമാൻ? ഡോക്ടർ സമീർ ഷാ. ഇന്ത്യൻ വംശജനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ഷാ റിച്ചാർഡ് ഷാർപ്പിൻ്റെ പിൻഗാമിയായാണ് ചുമതലയേറ്റത്. എന്താണ്? ഇന്ത്യൻ വംശജനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ഷാ റിച്ചാർഡ് ഷാർപ്പിൻ്റെ പിൻഗാമിയായാണ് ചുമതലയേറ്റത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ, ഇപ്പോൾ ഛത്രപതി സാംഭാജി നഗർ എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ, ഇത് ഒരു കറണ്ട് അഫയേഴ്സ് ആണ് അല്ലെ? ഔറംഗാബാദിൻ്റെ പുതിയ പേരെന്താണ്? ഛത്രപതി സാംഭാജി നഗർ. ഇത് ഏതെങ്കിലും പരീക്ഷയിൽ ചോദിക്കാം അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാം. എന്നാലും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് അല്ലേ? ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി നഗർ അല്ലേ? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ, ഇപ്പോൾ ഛത്രപതി സാംഭാജി നഗർ അല്ലേ? ഇവിടെ ജനിച്ച ഷാ 1960 ബ്രിട്ടനിൽ എത്തിയത്. ദൃശ്യമാധ്യമ രംഗത്തും സമൂഹത്തിനും നൽകിയ സംഭാവനകൾ മുൻനിർത്തി 2019 എലിസബത്ത് രാജ്ഞി CBE കമാൻഡർ ഓഫ് ദ മോസ്റ്റ് എക്സലൻറ്റ് ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അപ്പോൾ എന്താണ്? ദൃശ്യമാധ്യമ രംഗത്തും സമൂഹത്തിനും നൽകിയ സംഭാവനകൾ മുൻനിർത്തി 2019 എലിസബത്ത് രാജ്ഞി CBE എന്നറിയപ്പെടുന്ന കമാൻഡർ ഓഫ് ദ മോസ്റ്റ് എക്സലൻറ്റ് ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു.
നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ച ചിത്രം ആരുടേതാണ്? പ്രാചീന വൈദ്യ പ്രതിഭയായ ധന്വന്തരിയുടേത്. അപ്പോൾ ഇതൊക്കെ പുതിയ മാറ്റങ്ങളാണ്. ഇതൊക്കെ ചോദിച്ചേക്കാം കേട്ടോ. ഇതൊക്കെ കറണ്ട് അഫയേഴ്സൊക്കെ അല്ലേ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എവിടെയാണ് ചോദ്യം വരിക എന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ച ചിത്രം ആരുടേതാണ്? പ്രാചീന വൈദ്യ പ്രതിഭയായ ധന്വന്തരിയുടേത്. അശോക സ്തംഭത്തിന് ചുവടെ സത്യമേവ ജയതേ എന്ന ആപ്തവാക്യമായിരുന്നു പഴയ ലോഗോയിൽ ആലേഖനം ചെയ്തിരുന്നത്. പുതിയ ലോഗോയിൽ അശോക സ്തംഭത്തിന് പകരം ധന്വന്തരിയുടെ വർണ്ണചിത്രവും അതിനു മീതെയായി ഭാരത് എന്നുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒരു മാറ്റമാണ്. ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പിൽ കിരീടം നേടിയ ടീം ജർമ്മനി ഫൈനലിൽ ഫ്രാൻസിനെയാണ് തോൽപ്പിച്ചത്. ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പിൽ കിരീടം നേടിയ ടീം ജർമ്മനി ഫൈനലിൽ ഫ്രാൻസിനെയാണ് തോൽപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം വർഷവും നേടിയത് കൊൽക്കത്തയാണ്. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായ 3-ാം വർഷവും നേടിയത് കൊൽക്കത്ത. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ NCRBയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ കണ്ടെത്തൽ. നഗരങ്ങളിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കി കുറ്റകൃത്യങ്ങളുടെ എണ്ണം പരിശോധിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ 2-ാം സ്ഥാനത്ത് പൂനെയും 3-ാം സ്ഥാനത്ത് ഹൈദരാബാദുമാണ്. അപ്പോൾ 1-ാം സ്ഥാനത്ത് കൊൽക്കത്ത, 2-ാം സ്ഥാനത്ത് പൂനെ, 3-ാം സ്ഥാനത്ത് ഹൈദരാബാദാണ്. 2016 മുതൽ കൊൽക്കത്തയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ക്രമാനുഗതമായി കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016 മുതൽ കൊൽക്കത്തയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ക്രമാനുഗതമായി കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2022 റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളം 4-ാം സ്ഥാനത്താണ്. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2022 റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളം 4-ാം സ്ഥാനത്താണ്. കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റുകളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ചോദിക്കാതിരിക്കാം, എന്നാലും സാധ്യത കൂടുതലാണ് അല്ലേ. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2022 റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളം 4-ാം സ്ഥാനത്താണ്. മഹാരാഷ്ട്രയാണ് ഏറ്റവും മുന്നിൽ. രാജ്യത്തെ നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്കിൽ കൊല്ലം 2-ാം സ്ഥാനത്താണ്. രാജ്യത്തെ നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്കിൽ കൊല്ലം 2-ാം സ്ഥാനത്താണ്. 1-ാമത് വിജയവാഡയാണ് അല്ലേ. അപ്പോൾ രാജ്യത്തെ നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്കിൽ 1-ാം സ്ഥാനം വിജയവാഡയും 2-ാം സ്ഥാനം കൊല്ലം ജില്ലയ്ക്കുമാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2022 റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ മഹാരാഷ്ട്ര 1-ാം സ്ഥാനത്തും കേരളം 4-ാം സ്ഥാനത്തുമാണ്. ഇനി നഗരങ്ങൾ എടുക്കുകയാണെങ്കിൽ ആത്മഹത്യാ നിരക്കിൽ വിജയവാഡ 1-ാം സ്ഥാനത്തും കൊല്ലം 2-ാം സ്ഥാനത്തുമാണ്. അടുത്ത PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളായിരിക്കും ഇനി മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടൈം മാഗസിൻ്റെ 2023 പേഴ്സൺ ഓഫ് ദ ഇയർ അല്ലെങ്കിൽ 2023 വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റ് ആണ്. ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ 2023 അല്ലെങ്കിൽ 2023 വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റ്. അമേരിക്കൻ പോപ്പ് ഗായികയാണ് 33-കാരിയായ സ്വിഫ്റ്റ് അല്ലേ. അപ്പോൾ ടൈലർ സ്വിഫ്റ്റ് ആരാണ്? അമേരിക്കൻ പോപ്പ് ഗായികയാണ് 33-കാരിയായ സ്വിഫ്റ്റ്. ഓപ്പൺ AI സഹസ്ഥാപകൻ സാം ഓൾട്ട്മാനും ചാൾസ് മൂന്നാമൻ രാജാവും ഉൾപ്പെടെയുള്ളവരെയാണ് സ്വിഫ്റ്റ് പിന്നിലാക്കിയത്. അപ്പോൾ മത്സരത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഓപ്പൺ AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ. ഓപ്പൺ AI സഹസ്ഥാപകൻ സാം ഓൾട്ട്മാനും, ഈ പേര് നോട്ട് ചെയ്ത് വെച്ചോണം. അടുത്തിടെ ചർച്ചകളിലൊക്കെ വന്നൊരു പേരാണ് അല്ലേ, സാം ഓൾട്ട്മാൻ. ഓപ്പൺ AI സഹസ്ഥാപകൻ സാം ഓൾട്ട്മാനും ചാൾസ് മൂന്നാമൻ രാജാവും ഉൾപ്പെടെയുള്ളവരെയാണ് സ്വിഫ്റ്റ് പിന്നിലാക്കിയത്. ഫോബ്സ് മാഗസിൻ കണ്ടെത്തിയ 2023 ലോകത്തിലെ കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ 4 ഇന്ത്യൻ വനിതകൾ ഇടം നേടി. ആരൊക്കെയാണ് അവരെന്ന് നോക്കാം. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 32-ാമതായി പട്ടികയിൽ സ്ഥാനം നേടി. അപ്പോൾ 32-ാം സ്ഥാനത്ത് വന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. റോഷ്നി നാടാർ മൽഹോത്ര, HCL കോർപ്പറേഷൻ CEO ആണ് റോഷ്നി നാടാർ മൽഹോത്ര. ഇവർ 60-ാം സ്ഥാനത്താണ് ലിസ്റ്റിൽ വന്നത്. സോമ മൊണ്ടാൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണാണ് സോമ മൊണ്ടാൽ. 70-ാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അതുപോലെ കിരൺ മജുംദാർ ഷാ, ബയോകോൺ സ്ഥാപകയാണ് കിരൺ മജുംദാർ ഷാ. 76-ാം സ്ഥാനത്തുമാണ്
വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 32-ാം സ്ഥാനത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വന്നു. എവിടെയാണ്? ഫോബ്സ് മാഗസിൻ കണ്ടെത്തിയ 2023 ലോകത്തിലെ കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ 32-ാം സ്ഥാനത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും 60-ാം സ്ഥാനത്ത് റോഷ്നി നാടാർ മൽഹോത്രയും 70-ാം സ്ഥാനത്ത് സോമ മൊണ്ടാലും 76-ാം സ്ഥാനത്ത് കിരൺ മജുംദാർ ഷായും എത്തിയിട്ടുണ്ട്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ജർമ്മനിയുടെ ഉർസുല വോണ്ടൻ ലൈൻ ആണ് പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് അല്ലേ. അപ്പോൾ 32, 70, 76 ഒക്കെ പറഞ്ഞു. 1-ാം സ്ഥാനത്ത് ആരാണുള്ളത്? ജർമ്മനിയുടെ ഉർസുല വോണ്ടൻ ലൈൻ അല്ലേ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ മറ്റൊരു ചോദ്യം കൂടെ നമ്മൾ പഠിച്ചു. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആരാണ്? ഉർസുല വോണ്ടൻ ലൈൻ, ജർമ്മൻകാരിയാണ്. ഇനി 2-ാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കാം. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർദെ. ഇവർ ഫ്രാൻസ് സ്വദേശിയാണ് അല്ലേ. ക്രിസ്റ്റീൻ ലഗാർദെയാണ് 2-ാമത്. അപ്പോൾ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ക്രിസ്റ്റീൻ ലഗാർദെ അല്ലേ. ഇവർക്ക് ഇപ്പോൾ എന്താണ് പ്രത്യേകത കിട്ടിയത്? ഇവർ 2-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഫോബ്സ് മാഗസിൻ്റെ കരുത്തുറ്റ 100 വനിതകളുടെ പട്ടികയിൽ 2-ാം സ്ഥാനത്ത് ക്രിസ്റ്റീൻ ലഗാർദെയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ വംശജയും US വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസ് 3-ാം സ്ഥാനത്താണ് അല്ലേ. അപ്പോൾ കമല ഹാരിസ് USന്റെ വൈസ് പ്രസിഡന്റാണ്, ഇന്ത്യൻ വംശജയാണ്. ഇവർ ഈ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആരാണ്? ജർമ്മനിയുടെ ഉർസുല വോണ്ടൻ ലൈൻ ആണ്. ഇവർ യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡന്റാണ്. അതേപോലെ 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ആരാണ്? ഫ്രാൻസിൻ്റെ ക്രിസ്റ്റീൻ ലഗാർദെ, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റാണ്. അതുപോലെ 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് കമല ഹാരിസ്, US വൈസ് പ്രസിഡന്റാണ്, ഇന്ത്യൻ വംശജയാണ്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾക്കും കറണ്ട് അഫെയേഴ്സിനും മുൻവർഷ ചോദ്യങ്ങൾക്കുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35-ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ലോങ് ജമ്പ് താരം ഒളിമ്പ്യൻ M ശ്രീശങ്കർ ആണ്. നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ കുറേ വീഡിയോയിൽ ഞാൻ മിക്കവാറും പറയാറുണ്ട് അല്ലേ, ഈ പേഴ്സണാലിറ്റികളെക്കുറിച്ച്, സ്പോർട്സ് പേഴ്സണാലിറ്റികളെക്കുറിച്ചുള്ള ചോദ്യം എന്തായാലും പരീക്ഷയ്ക്കുണ്ടാകും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില താരങ്ങൾ ഞാൻ പറഞ്ഞു അല്ലേ. M ശ്രീശങ്കർ, അതേപോലെ PR ശ്രീജേഷ്, പിന്നെ നമ്മുടെ നീരജ് ചോപ്ര, സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി, അതുപോലെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഇവരൊക്കെ അടുത്തിടെ നല്ല റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവരെയൊക്കെ ചിലപ്പോൾ പരീക്ഷകളിലേക്ക് ചോദിച്ചേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വ്യക്തികളെ, സ്പോർട്സ് പേഴ്സണാലിറ്റീസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്ന അതുകൊണ്ട് ഗുണമാണ്. എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നോക്കാം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35-ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ലോങ് ജമ്പ് താരം ഒളിമ്പ്യൻ M ശ്രീശങ്കർ. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1987 നവംബർ 30 ഇറ്റലിയിലുണ്ടായ കാറപകടത്തിൽ മരിച്ച ഇന്ത്യൻ വോളിബോളിലെ ഇതിഹാസ താരമാണ് ജിമ്മി ജോർജ്. 1987 നവംബർ 30 ഇറ്റലിയിലുണ്ടായ കാറപകടത്തിൽ മരിച്ച ഇന്ത്യൻ വോളിബോളിലെ ഇതിഹാസ താരമാണ് ജിമ്മി ജോർജ്. 2023 ഡിസംബർ 8 ലോകസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അംഗം മഹുവ മൊയ്ത്ര. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. ഇത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. 2023 ഡിസംബർ 8 ലോകസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അംഗമാണ് മഹുവ മൊയ്ത്ര. പാർലമെൻറ്റിൽ ചോദ്യമുന്നയിക്കാൻ വ്യവസായിയിൽ നിന്ന് പണവും സമ്മാനങ്ങളും കൈപ്പറ്റിയെന്ന പരാതി പരിശോധിച്ച എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ച ലോകസഭ ശബ്ദ വോട്ടോടെയാണ് നടപടി സ്വീകരിച്ചത്. പാർലമെൻറ്റിൽ ചോദ്യമുന്നയിക്കാൻ വ്യവസായിയിൽ നിന്ന് പണവും സമ്മാനങ്ങളും കൈപ്പറ്റിയെന്ന പരാതി പരിശോധിച്ച എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ച ലോകസഭ ശബ്ദ വോട്ടോടെയാണ് നടപടി സ്വീകരിച്ചത്. തൃണമൂൽ കോൺഗ്രസ് അംഗമായ മഹുവ പശ്ചിമബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നുള്ള അംഗമാണ്. അപ്പോൾ ഇവരെ ഏത് പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. മഹുവ മൈത്ര തൃണമൂൽ കോൺഗ്രസ് അംഗമാണ് അല്ലേ. തൃണമൂൽ കോൺഗ്രസ് അംഗമായ മഹുവ പശ്ചിമബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നുള്ള അംഗമാണ്. കോഴ ആരോപണത്തിൻ്റെ പേരിൽ പാർലമെൻറ്റ് പുറത്താക്കുന്ന 14-ാമത്തെ MP ആണ് മഹുവ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. കോഴ ആരോപണത്തിൻ്റെ പേരിൽ പാർലമെൻറ്റ് പുറത്താക്കുന്ന 14-ാമത്തെ MP ആണ് മഹുവ. ലോകസഭയിൽ നിന്ന് 12ഉം രാജ്യസഭയിൽ നിന്ന് 2 പേരുമാണ് നാളിതുവരെ ഇപ്രകാരം പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ലോകസഭയിൽ നിന്ന് 12ഉം രാജ്യസഭയിൽ നിന്ന് 2 പേരുമാണ് നാളിതുവരെ ഇപ്രകാരം പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ലക്കം തൊഴിൽ വാർത്തയിലുള്ള കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട തൊഴിൽ വാർത്തയിൽ വരുന്ന കറണ്ട് അഫെയർസിൻ്റെ വീഡിയോസൊക്കെ മിക്കവാറും തുടർച്ചയായിട്ട് തന്നെ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ കാണുക. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്